നമ്മളെ എല്ലാവരും മാറ്റി നിർത്തപ്പെടുന്നത്, അവനെ തിരിച്ചറിയുന്നത് നമുക്ക് സന്തോഷം. പക്ഷെ അവഗണന വന്നപ്പോ നമുക്ക് വിഷമം വന്നു. ഇത് മറ്റേ ചോദ്യം പോലെയല്ല, മോഹൻലാൽ ലാലേട്ടനെയാണ് നമുക്ക് എന്നെ ഇഷ്ടം, ആ ചോദ്യം പോലെ ഇപ്പൊ ഇതെന്നോട് ചോദിക്കണം എന്ന് പറഞ്ഞ എന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ട ചോദ്യമായിരുന്നു. ആണോ? നേരെ എടുത്ത് തലയെടുത്താണ് വെച്ചല്ലേ, എന്തൊരു കഷ്ടമാണ്. അത് ഉള്ളതായിരുന്നു. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമം വരുമോ? ഇല്ല. കാരണം ആ സ്ക്രിപ്റ്റ് അങ്ങനെ ഇരുന്ന സ്ക്രിപ്റ്റ് ആണ്. അത് എഴുതിയിട്ട് കുറെ നാള് ഞങ്ങൾക്ക് അഭിനയിക്കാൻ വേണ്ടി ഇരുന്നിട്ട് നടന്നില്ല. പിന്നെ അത് ഞങ്ങള് ഓക്കെ ഇനി ഇത് തിരക്കഥയാണെങ്കിൽ തിരക്കഥ കൊടുക്കാന്നുള്ള മൈൻഡിലേക്ക് ആയി കഴിഞ്ഞു ആ സമയത്ത്. പിന്നെ നാഷിക്കാനോട് പറഞ്ഞപ്പോൾ നാഷിക്കാൻ പറഞ്ഞു, എടാ നമ്മുടെ എല്ലാവരുടെ ലൈഫല്ലേ, നമുക്ക് സ്റ്റാർ വെച്ച് ചെയ്യുമ്പോൾ വലിയ സിനിമയാക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒപ്പം ഒരു നിമിഷം പോലും നമുക്കതിൽ വേദനിച്ചിട്ടില്ല. ഓ വേദനിച്ചെന്ന് പറഞ്ഞാൽ കട്ടപ്പന കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് നമ്മള് വിഷ്ണു ആയി, ഞാനും അവനും എല്ലായിടത്തും പോകുന്നു, അവരെ മാത്രം തിരിച്ചറിയാന്ന് പറയുന്നത്, നമ്മളെ എല്ലായിടത്തും മാറ്റി നിർത്തപ്പെടുന്നത്, അവനെ തിരിച്ചറിയുന്നത് നമുക്ക് സന്തോഷം. കാരണം ഞാനും അവനും ഒരേ ഡ്രീം ആയിരുന്നു. പക്ഷെ അവഗണന വന്നപ്പോ നമുക്ക് വിഷമം വന്നു. വിഷ്ണുവിനെ ആൾക്കാർ തിരിച്ചറിയുന്നു, എന്നെ അവഗണിക്കപ്പെടുന്നു എന്നുള്ള കാര്യം തുറന്നു പറയാൻ ആരും തയ്യാറാവില്ല. അല്ല ഇത് സത്യം തന്നെയല്ലേ? അല്ല അവനും അറിയാലോ, അവനാണ് അതിലെ ഏറ്റവും വലിയ തമാശ. അതാണ് വിഷ്ണു ആണ് ഞാൻ നായകനാവണമെന്ന് ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആള്. കാരണം അവന് തന്നെ അവന്റെ കൺമുമ്പിൽ നടന്നിട്ടുണ്ട് പലപ്പോഴും എന്നെ ഒഴിവാക്കുന്നത്. അപ്പൊ അവനാണ് എന്നെക്കാളും കൂടുതൽ സങ്കടപ്പെട്ടിരുന്നത്. അപ്പൊ എനിക്കിത് പറയുന്നതിന് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങനെയാണ്. ചേട്ടാ ഏറ്റവും പുതിയ സിനിമ തിരുമാലിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? തിരുമാലിയുടെ വിശേഷം എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിദേശത്താണ് അത് ഷൂട്ട് ചെയ്തത്, ഭൂരിഭാഗവും വിദേശത്താണ് ഷൂട്ട് ചെയ്തത്. നേപ്പാളിലായിരുന്നു എന്റെ ഇത്. നമ്മുടെ യോധയൊക്കെ ഷൂട്ട് ചെയ്തില്ലേ, അവിടെയൊക്കെ പോകാൻ പറ്റി, കുറെ സ്ഥലങ്ങൾ കണ്ടു. മറ്റേ ലാലേട്ടനും ജഗദീച്ചേട്ടനും കൂടിയൊക്കെ സംസാരിച്ചില്ലേ, ഗൂർക്കയുടെ ഇല്ല അവർ കുറെ പേരെ കണ്ടു. അതുപോലെ ആ സ്ഥലങ്ങളിലും അവിടെയൊക്കെ പോയി. പിന്നെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ വിദേശത്തൊരു ഷൂട്ട് നടത്തിയ പ്രൊഡ്യൂസറെ സമ്മതിച്ചിട്ടുള്ളൂ. ലോറൻസ് ചേട്ടനാണ്, ശിക്കാരി ശംഭുവിന്റെ ലോറൻസ് ചേട്ടനാണ് എന്റെ പ്രൊഡ്യൂസർ. ജോണി ആന്റണി ചേട്ടൻ, ധർമ്മേട്ടൻ, ഞങ്ങളാണ് അഭിനയിക്കുന്നത്. രാജീവ് ഷെട്ടിയാണ് ഡയറക്ടർ, അദ്ദേഹം തന്നെ എഴുതി. പിന്നെ സേവിയർ എന്ന് പറഞ്ഞ കോ റൈറ്ററും കൂടി ഉണ്ട്. ഇവർ രണ്ടുപേരും എഴുതിയ പരിപാടിയാണ്. ഈ രാജീവ് ഷെട്ടിയുടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ബോംബ് കഥയുടെ അസോസിയേറ്റ് ആയിരുന്നു രാജീവ് ഷെട്ടി, ഷാഫി സാറിന്റെ. ബോംബ് കഥയിലെ ആദ്യത്തെ ഷോട്ട്, എന്റെ സിനിമയിലെ ആദ്യത്തെ ഷോട്ട്, ഫസ്റ്റ് ഷോട്ട് ഈ ബിബിൻ ജോർജ് എന്ന് പറഞ്ഞ ആളെ അഭിനയിക്കുന്നു. ആ ഷോട്ട്, ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് കൈ എന്നിട്ട് പറഞ്ഞു, ബിബിൻ ഞാൻ അഭിനയിക്കുന്ന പടത്തിൽ താനാണ് ഹീറോ എന്ന് പറഞ്ഞു. ഒരേ ഒരു ഷോട്ടേ കണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് കഴിഞ്ഞ് ഞാൻ കുള വെക്കും, ഇപ്പോഴേ കൈ തരണ്ട, ഇല്ല എന്തൊക്കെ പറഞ്ഞാലും താനാന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി വാക്ക് വലിച്ചു. അതാണ് തിരുമാലി. അടിപൊളി. അപ്പൊ ഏതായാലും നമ്മുടെ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് സിനിമയിലൊക്കെ പാടിയ ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു പാട്ട്